ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ പ്ലാന്റിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. പലരുടെ അടുത്തും ഗാർഡനിലും ഒക്കെ ഈ പ്ലാന്റ് ഉണ്ടാവും. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ഈ പ്ലാന്റിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന് പീകോക്ക് ജിഞ്ചർ പ്ലാന്റ് ആണെന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ലീഫിൽ പീകോക്കിൻ്റേതുപോലെയുള്ള ഷെയ്ഡ്സുകൾ വന്ന് നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇതിനെ പീകോക്ക് ജിഞ്ചർ പ്ലാന്റ് എന്ന് വിളിക്കുന്നു തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കിഴങ്ങെന്ന് പറഞ്ഞാൽ ജിഞ്ചറിൻ്റെ പോലെ കിഴങ്ങാണ്. ഒരു സമയത്തുമ്പോൾ അത് ഡാർമൻറ്റ് സ്റ്റേജിലോട്ട് പോകും. പിന്നെ അത് തന്നെ വന്ന് മുളയൊക്കെ വന്ന് തന്നെ പൊട്ടി വിരിഞ്ഞ് നന്നായിട്ട് ഇളപ്പുകളൊക്കെ വന്ന് പൂക്കളൊക്കെ ഉണ്ടാകും. പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങുമ്പോഴാണ് ആ ലീഫ് നന്നായിട്ട് ഇലകളൊക്കെ നന്നായിട്ട് തഴച്ച് വളർന്ന് ഇങ്ങനെ വരുന്നത്. ഇതാണ് അതിൻ്റെ ട്യൂബർ. ഈ ട്യൂബർ നശിച്ചു പോവില്ല, അവിടെ തന്നെ മണ്ണിൽ തന്നെ കിടക്കും. നമ്മളൊരു സ്പ്രിങ്ങിങ് സീസണൊക്കെ തുടങ്ങുമ്പോഴൊക്കെയാണ് നമ്മുടെ ഈ ട്യൂബറിൽ നിന്ന് പുതിയ ഇളപ്പുകളൊക്കെ വന്ന് പുതിയ പ്ലാന്റുകൾ ഇങ്ങനെ മുളച്ച് വന്ന് നമുക്ക് കുറേ പ്ലാന്റുകളുണ്ടായി നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ടാവും. അതൊരു സമ്മർ സീസണൊക്കെ ആകുമ്പോഴേക്കും തന്നെ നശിച്ചു പോകും, ഡാർമൻറ്റ് സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ നമ്മളറിയാതെ തന്നെ ഇത് നമ്മൾ എടുത്ത് കളഞ്ഞേക്കരുത്. ആ ചട്ടി നമ്മൾ പോട്ടാണെങ്കിൽ അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ പിന്നെ ആ പ്ലാന്റിൻ്റെ സമയമാകുമ്പോൾ തന്നെ പൊട്ടി മുളച്ച് ഇതുപോലെ നമുക്ക് നിറയെ പൂക്കളൊക്കെ തരും. നല്ല ഡാർക്ക് പർപ്പിൾ കളറുള്ള പൂവാണ്. ഒരു ദിവസമാണ് പൂവിൻ്റെ ആയുസുള്ളൂ. നമുക്ക് അത് കഴിഞ്ഞ പൂവ് തന്നെ പോവും. വിരിയുമ്പോൾ നല്ല ഡാർക്ക് പർപ്പിളായിരിക്കും. പിന്നെ എന്നാൽ ലൈറ്റ് ഷെയ്ഡായിട്ട് വന്ന് വൈകിട്ടാകുമ്പോഴേക്കും ഒരു വൈറ്റൊക്കെ കളറൊക്കെ ആവും. ഇതുപോലെ കണ്ട അന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാണ് അതിൻ്റെ മുട്ട കേട്ടോ. ഇതുപോലെ ഈ ഇലകളുടെ ഇടയിൽ നിന്നാണ് മുട്ട ഉണ്ടായി വന്നിട്ട് നമുക്ക് പൂക്കൾ കിട്ടുന്നത്. അപ്പോൾ ഒരു ദിവസം മാത്രം ആയുസുള്ളൂ പൂവിന്. ഇപ്പോൾ ഇത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഒന്നും കൂടി നമ്മുടെ പോട്ടിൽ ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പോട്ടൊക്കെ തിങ്ങി നിറഞ്ഞ് നല്ല ഇതിൽ വന്നിട്ടുണ്ട്. ഇതൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ് കേട്ടോ. നമുക്ക് ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ്. പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ഈർപ്പം ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ നല്ലവണ്ണം വെള്ളം നമ്മൾ കൊടുക്കണം. അതിൻ്റെ ട്യൂബറിൽ അത് വെള്ളം നന്നായിട്ട് ശേഖരിച്ച് വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ കലാത്തിയ പ്ലാന്റിൻ്റെ അടുത്തൊരു സാമ്യമുള്ള പ്ലാന്റ് ആണ് ഇത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ വളരെ വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് ഹാർഡായിട്ടുള്ള പോട്ടി മിക്സ് ആയാലും നമ്മുടെ പ്ലാന്റ് നശിച്ചൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ വളരെ ശ്രദ്ധിക്കാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. പിന്നെ നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റിയത് ഇപ്പോൾ ഈ സമയത്താണ് നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കുക. നമ്മളെ ഡാർമൻറ്റ് സ്റ്റേജിൽ നമ്മൾ വേറെ ഒന്നും വളങ്ങളൊന്നും കൊടുക്കണ്ട. ഇങ്ങനെ നമ്മുടെ ചെടി തഴച്ച് വളർന്ന് ഇങ്ങനെയായിട്ട് വരുമ്പോൾ നമുക്ക് നല്ല ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിടാം. നല്ല ബുഷി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹാങ് ചെയ്തിടാനായിട്ട് അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.